ഗൈസ്, വെൽക്കം ടു നിജൂസ് കിച്ചൻ. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന വളരെ വ്യത്യസ്തമായ ഒരു മെഴുക്കുവരട്ടിയാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മെഴുക്കുവരട്ടിയാണ് പാവയ്ക്ക മാങ്ങ തക്കാളി മെഴുക്കുവരട്ടി. ഒരു മിക്സഡ് മെഴുക്കുവരട്ടിയാണ്. അതിനാവശ്യമായ സാധനങ്ങൾ: ഒരു അരമുറി പാവയ്ക്ക കൊത്തിയരിഞ്ഞത്, ഒരു 1/4 മുറി മാങ്ങ ക്യൂബ്സ് ആക്കിയത്, ഒരു തക്കാളി പഴുത്ത തക്കാളി കൊത്തിയരിഞ്ഞത്, എരിയുള്ള പച്ചമുളകളായതുകൊണ്ട് ഒരെണ്ണം പൊളന്നത്, പിന്നെ ഒരു അരമുറി സവാള കൊത്തിയരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പും. ഇനി ആദ്യമായി നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഓൺ ചെയ്ത് ഇനി നമുക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് അതിലോട്ട് പച്ചമുളക് ഇടാം. അതിന് ശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാള വഴറ്റുമ്പോൾ തന്നെ അതിലോട്ട് അല്പം ഉപ്പൂടി ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. ഇനി അതിലൂടെ നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇട്ട് കൊടുക്കാം, മാങ്ങ ഇട്ട് കൊടുക്കാം, തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് യോജിപ്പിച്ച് എടുക്കാം. നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഒരു 25 മിനിറ്റ് മൂടി വെച്ച് നന്നായിട്ട് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ടതാണ്. നോക്കിയാൽ നല്ല അടിപൊളി കളർഫുള്ളല്ലേ? കളർഫുള്ളായ മെഴുക്കുവരട്ടിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് 15 മിനിറ്റ് മൂടി വയ്ക്കാം. 10 മിനിറ്റിന് ശേഷം നമുക്ക് പതുക്കെ തുറന്ന് നോക്കാം. ആവി വന്നിരിക്കുകയാണ് ഗൈസ്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. വെന്തിട്ടുണ്ട് ഗൈസ്. സ്വാദിഷ്ടമായ അടിപൊളി പാവയ്ക്ക മെഴുക്കുവരട്ടി റെഡി ആയിരിക്കുന്നു. പാവയ്ക്ക തക്കാളി മാങ്ങ മെഴുക്കുവരട്ടി നിങ്ങളെല്ലാം ട്രൈ ചെയ്യുക.